ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തുകയാണ് CPIM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു. 11 സിറ്റിംഗ് മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇനിയുള്ള 2 വർഷം 2 തെരഞ്ഞെടുപ്പുകളാണ് മുന്നിലുള്ളത്. ജനവിശ്വാസം ആർജിക്കണം. ഇതിനായി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും ഇടപെടൽ ഉണ്ടാകണം. വോട്ട് കണക്കുകൾ പരിശോധിച്ചും ജില്ലാതലത്തിലുള്ള വിലയിരുത്തൽ മനസ്സിലാക്കിയുമായിരിക്കും തുടർ നടപടികൾ. ഇതിനായാണ് 5 ദിവസം നീളുന്ന നേതൃയോഗങ്ങൾ. തിരുത്തലുകൾ ഉണ്ടാകുമോ? എല്ലാം ശരിയാക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കാനും തെറ്റുകൾ തിരുത്തി മുന്നേറാനും CPIM സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറുകയും വേണമെന്ന വികാരം പാർട്ടിയിലും LDFിലെ കക്ഷികളിലും ശക്തമാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചേക്കും. 6 മാസം മുൻപേ തുടങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം. നവകേരള സദസ്സിലൂടെ സർക്കാരിനെ മുന്നിൽ നിർത്തി മുൻപില്ലാത്ത പ്രചാരണ ശൈലി. മണ്ഡലങ്ങളുടെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നൽകി ചിട്ടയായ പ്രവർത്തനങ്ങൾ. കളത്തിലിറങ്ങിയവരിൽ 1 മന്ത്രിയും 3 MLAമാരും 1 പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും. 12 സീറ്റാണ് ലക്ഷ്യമിട്ടത്. 8 സീറ്റ് ഉറപ്പിച്ചു. ഭൂരിപക്ഷം സീറ്റിലും ജയിക്കുമെന്ന് CPIയും നിരീക്ഷിച്ചു. 2004 പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ. ഇപ്രാവശ്യവും സമാനമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു വിധി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടിംഗ് കഴിഞ്ഞു. ഇനി എണ്ണുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു. CPIM 1 സീറ്റിലൊതുങ്ങി. 2019 അപേക്ഷിച്ച് 1.75%, 2014 അപേക്ഷിച്ച് 7% വോട്ട് കുറഞ്ഞു. 110 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF തേരോട്ടമുണ്ടായത്. LDFന് മുന്നിലെത്താനായത് കേവലം 19 മണ്ഡലങ്ങളിൽ മാത്രം. BJPക്ക് വേരോട്ടമുണ്ടാക്കുവാൻ സഹായകരമാകുന്ന അപകടകരമായ നിലപാട് CPIM സ്വീകരിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനം ശരിവയ്ക്കുന്ന നിലയിൽ 11 മണ്ഡലങ്ങളിലാണ് BJP മുന്നിലെത്തിയത്. ഇപ്പം മുഖത്തിന് യാതൊരു തയ്യാറെടുപ്പുമില്ല. മുഖമെല്ലാം വളരെ മിനുക്കിയ മുഖമായിട്ട് മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷവും ഉയർത്തിക്കാട്ടിയായിരുന്നു UDF പ്രചരണം കൊഴുപ്പിച്ചത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും മുഖ്യമന്ത്രിയുടെയും മകളുടെയും മാസപ്പടി വിവാദവും കരുവന്നൂർ കണ്ടല സഹകരണ തട്ടിപ്പും ഉൾപ്പെടെ ചർച്ചയാക്കി. മുന്നിൽ നിന്ന് നയിച്ചിട്ടും CPIമിനേറ്റ കനത്ത പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. 19 സീറ്റുകളിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് പാർട്ടി നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ലെന്നും അതുമൂലം പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക BJP മുതലെടുത്തെന്നും വിമർശനമുയർന്നു. രാജ്യത്താകെ ഉണ്ടായ BJP വിരുദ്ധ വികാരമാണ് കേരളത്തിൽ UDFന് ഗുണം ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കുള്ളിൽ കിണഞ്ഞു ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിറ്റേ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർക്കാരിലും തിരുത്താനുണ്ട്, സംഘടനയിലും തിരുത്താനുണ്ടെന്ന് വ്യക്തമാക്കി. സംഘടനാപരമായ പ്രശ്നമുണ്ട്. 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴുണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. നല്ല തിരുത്തലുകൾ വേണം. ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും വിമർശനം ഉയർന്നതിന് പിന്നാലെ ഭരണ ദൗർബല്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് CPIക്കും തിരിച്ചറിവ് വന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയിൽ LDFിൻ്റെ ജനങ്ങളുടെ ബന്ധത്തിലെല്ലാം വീണ്ടും ഒരുപാട് തെളിച്ചമുണ്ടാകണം. ഈ ഗവൺമെൻറ്റിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മിഴിവും തികവുമുണ്ട്. ആ മിഴിവും തികവും വേണമെന്ന് ജനങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരുത്തൽ നടപടി വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഇതിനായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു പരസ്പര ബഹുമാനം ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചൂടുപിടിച്ച സംസ്ഥാന സമിതി അംഗങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനിടയുണ്ട്.
എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. സർക്കാർ വിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ വികാരമോ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിഫലിച്ചെന്ന പുറത്തെ ചർച്ച പാർട്ടിയിൽ ഉയരാൻ സാധ്യതയില്ല. ലോക്സഭയിലേക്ക് ജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണന്റെ പകരം ആരെന്ന ചോദ്യത്തിനും നേതൃയോഗങ്ങളുടെ ഉത്തരമാകും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയസമീപനങ്ങളിൽ മാറ്റം വേണമെന്ന ചർച്ച സജീവമായിരിക്കെയാണ് 5 ദിവസം നീളുന്ന നേതൃയോഗങ്ങൾ ചേരുന്നത്. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രി വാദിക്കുമ്പോഴും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പാർട്ടിയിലെ അടക്കം പറച്ചിൽ യോഗത്തിൽ ആരെങ്കിലും ശക്തമായി ഉന്നയിക്കുമോ എന്നതാണ് ആകാംക്ഷ. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത്. ആര് പറയും, ആര് തുടങ്ങണം? ആ ഒരു ആശയക്കുഴപ്പം ഇനിയും പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് താഴേക്ക് പോകും, മണ്ണൊലിച്ചു തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇപ്പോൾ ചവിട്ടി നിൽക്കാൻ മണ്ണില്ല എന്ന് യോഗങ്ങളിൽ തുറന്നു പറയാൻ തയ്യാറായി കുറച്ചുപേരെങ്കിലും വരില്ലേ ശ്രീജിത്ത്? ഗുഡ് ഈവനിങ്. സുജയ് സൂചിപ്പിച്ച പോലെ പൂച്ചയ്ക്കാരും അണികെട്ടും എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുമ്പോൾ ഉയരുന്ന പ്രശ്നം. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കയ്യടി സഭകളായി മാറിയിരിക്കുകയാണ്, പിണറായി വിലാസം കമ്മിറ്റികളായി മാറിയിരിക്കുന്നെന്ന ആക്ഷേപമാണ് ഈ കമ്മിറ്റികളെ പറ്റി ഉയർന്നത്. അതായത് 17-അംഗ സെക്രട്ടേറിയറ്റും അതിൽ പങ്കെടുക്കുന്ന മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഈ സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരണപരമോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നു. മറിച്ച് പിണറായി വിജയനെയും സർക്കാരിന്റെയും ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് അതിന് ഓശാന പാടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിലയ്ക്കുള്ള ഒരു പ്രശ്നങ്ങൾ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായത്. മാത്രമല്ല, ജനവികാരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് എന്ന ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന തോൽവിയുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി അത് തിരുത്താൻ ആവശ്യമായ ഒരു ശേഷിയും മറ്റും ഈ കമ്മിറ്റികൾ പ്രകടിപ്പിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് സംസ്ഥാനമെമ്പാടും ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തവുമാണ്. അപ്പോൾ ഈ ഭരണത്തെ നയിച്ച മുഖ്യമന്ത്രിക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമായിരിക്കെ അദ്ദേഹത്തെ വിമർശിക്കാനും അദ്ദേഹത്തിന്റെ നടപടികളിലും ശൈലികളിലും തിരുത്തൽ ആവശ്യപ്പെടാനും പാർട്ടി സംഘടനയ്ക്ക് കഴിയേണ്ടതുണ്ട്. അത് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. 2006-2011 കാലത്ത് VS മന്ത്രിസഭയെ അക്ഷരാർത്ഥത്തിൽ പാർട്ടി വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈ 2016 മുതൽ ഇപ്പോൾ വരെ അധികാരത്തിലിരിക്കുന്ന ഒന്നും രണ്ടും പിണറായി സർക്കാരിന് അത്തരത്തിലുള്ള ഒരു വൈഷമ്യങ്ങളോ അലോസരങ്ങളോ ഉണ്ടായിട്ടില്ല എന്നൊന്നും കാണേണ്ടതുണ്ട്. അപ്പോൾ പാർട്ടി പൂർണ്ണമായും എല്ലാത്തിൽ നിന്നും മാറി ഒരു നിർവഹണ ഏജൻസിയായി, ഒരു പ്രചാരണ ഏജൻസിയായും ഉപകരണമായി മാത്രം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, തെറ്റുതിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ ആർജവമുള്ള നേതാക്കന്മാർ എത്ര പേർ മുന്നോട്ട് വരും എന്നാണ് ഈ കമ്മിറ്റികളിൽ നമുക്ക് അറിയാനുള്ളത്. ഓക്കെ ആർ ശ്രീജിത്ത്, പരാജയം വിലയിരുത്തുകയും അതുണ്ടായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുകയും അണികൾ പറയുന്നത് അതേ ഊർജ്ജത്തോടെ ഏറ്റെടുക്കാൻ നേതാക്കൾ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് അവിടെ നല്ലൊരു നേതൃത്വം ഉണ്ടാകുന്നത്. അല്ലാതെ പരാജയവും കുറ്റങ്ങളും അണികൾക്ക് മേൽ കെട്ടിയേൽപ്പിച്ച് താഴെത്തട്ടിലേക്ക് അതങ്ങ് സ്പ്രെഡ് ചെയ്ത് വിടുന്നതല്ല നേതൃത്വം എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക്